തിരുവനന്തപുരത്ത് നഗരമധ്യത്തിൽ മാലിന്യം പൊട്ടിയൊഴുകുകയാണ്. ചോല എന്ന ഹോട്ടലിൽ നിന്നാണ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത്. 3 ദിവസമായിട്ടും ഒരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇടയ്ക്കിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. ടി വി പ്രസാദ് ഈ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട്. ടി വി പ്രസാദ്, 3 ദിവസമായിട്ട് നഗരമധ്യത്തിൽ മാലിന്യം പൊട്ടി ഒഴുകിയിട്ടും ആർക്കും പ്രശ്നമൊന്നും ഇല്ലേ? അഥവാ ഇതിൽ കോർപ്പറേഷൻ ഒന്നും ഇടപെടുന്നില്ലേ? ഹോട്ടൽ അതോറിറ്റി അതിനകത്ത് കാര്യമായിട്ട് ഇടപെടുന്നില്ലേ? എന്താ സംഭവിക്കുന്നത് ടി വി പ്രസാദ് അവിടെ? അരുൺ, ഇവിടെ ജനങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് അരിസ്റ്റോ ജംഗ്ഷനാണ് അരുൺ. അതായത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 200 മീറ്റർ മാത്രം മാറിയുള്ള സ്ഥലമാണ് ഈ അരിസ്റ്റോ ജംഗ്ഷൻ. എനിക്ക് പിറകിൽ നിൽക്കുന്ന ഈ ആളുകൾ മുഴുവൻ ഇതുമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകൾ പറയാനാണ്. കുറച്ച് മുമ്പാണ് ഒരു സ്ത്രീ ഇതുവഴി നടന്നു പോയപ്പോൾ ഈ മലിനജലം അവരുടെ ദേഹത്തേക്ക് വീണത്. ഇതാണ് ചോല ഹോട്ടൽ. ചോല ഹോട്ടലിൻ്റെ അകത്ത് നിന്നാണ്, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ അരുൺ, ഇതാണ് കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി ഇവിടെ പൊട്ടിയൊഴുകുന്നത്. ഇത് ഡ്രൈനേജ് പൊട്ടിയൊഴുകി പുറത്തേക്ക് വരുന്നതാണ്. കോർപ്പറേഷൻ അധികൃതരെ ബന്ധപ്പെട്ടു എന്നാണ് ഹോട്ടലിൻ്റെ വിശദീകരണം. ഈ ഹോട്ടലിന് ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം താഴേക്കാണ് ഇതെല്ലാം ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കതിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ ദുരിതം ഒന്ന് കാരണം അരുൺ, ഇത് കണ്ടോ, ഏറ്റവും മോശമായ വെള്ളം, ദുർഗന്ധം കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിലേക്ക് പോകുന്നവരും വരുന്നവരുമെല്ലാം ഇതുവഴിയാണ്. ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാരും നാട്ടുകാരും ചുമട്ടുതൊഴിലാളികളും എല്ലാമാണിത്. സച്ചിൻ, കുറച്ച് അങ്ങോട്ടേ കൂടി നമുക്ക് കാണിക്കാം. ഇത് കണ്ടോ അരുൺ, ഇവിടെ നിന്ന് ഒഴുകി 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 ഇങ്ങോട്ടേക്ക് പോവുകയാണ്. ഇത് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ അവിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ഇവിടുന്ന് കാണാം. ഇതാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണത്. അതിൻ്റെ തൊട്ടിപ്പുറമാണ് ഈ ദുരിത കാഴ്ച ഇവിടെ ഉള്ളത്. എന്താണ് ഏട്ടാ സംഭവം? എന്താണ് ഇവിടെ പ്രശ്നം? ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടാറുണ്ട്. ഇതിപ്പം തുടങ്ങിയിട്ട് ഒരു 4 ദിവസമായി. 4 ദിവസമായി. 4 ദിവസം കൊണ്ട് ഇവിടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈനേജാണ്. ഞങ്ങൾക്ക് നടക്കാനോ ഒന്നിനുമില്ല. സ്കൂൾ കുട്ടികൾക്ക് ആർക്കും ഇതിലേ പോകാൻ വഴിയില്ല. ഒരു വണ്ടി വാഹനങ്ങളൊന്നും പോകാൻ വഴിയില്ല. ജനങ്ങൾക്ക് ഇതിലേ പോകാനും പറ്റില്ല. വണ്ടി കയറി വെള്ളം അടുപ്പിച്ച് ദേഹത്ത്. കൗൺസിലറോടോ കോർപ്പറേഷൻകാരോടോ ഒന്നും പറഞ്ഞില്ലേ നിങ്ങൾ? കോർപ്പറേഷനിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. കൗൺസിലറുടെ പറഞ്ഞപ്പോൾ ഇത് ഇന്നും വിളിച്ചു, സ്വിച്ച് ഓഫാണ്. അത് ഓണല്ലാത്തതുകൊണ്ട് നമുക്ക് കൗൺസിലിനെ മെനഞ്ഞാന്ന് കണ്ടപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞായിരുന്നു, ഇതേപോലെ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എത്രയും വേഗം ഇടപെട്ട് ഇതൊന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസമായി എന്നെ നമ്മളെ വിളിക്കുന്നുണ്ട് ഇവർ. ഇപ്പോൾ എത്ര ദിവസം മുമ്പേ നമ്മൾ വിളിച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് വിളിച്ചിരുന്നത്. അന്നൊരു ഇതേ പ്രശ്നമുണ്ട്. അന്ന് ഇതേ പ്രശ്നമില്ല. ഇത് 1 മാസം കൊണ്ട് ഈ സംഭവം നടക്കുക തന്നെ. കഴിഞ്ഞ 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് വെള്ളം 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് തന്നെ. ഇതിനിടയ്ക്ക് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതുവരെ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഒരു 3-4 ദിവസം അവർ കുറച്ച് പണിയേ അതങ്ങ് പോകും. ഇത് സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തില്ലെങ്കിൽ ഇനി ഇത് പൊട്ടിയൊടിക്കും. ഇവിടെ അരുൺ, ഇതിലെ ഒഴുകി വന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇത്രയേറെ വൃത്തികെട്ട വെള്ളമാണ് ഇവിടെ നിന്ന് തുറന്ന് ഈ ഡ്രൈനേജ് ഓവർഫ്ലോ ആയി ഇതുവഴി വരുന്നത്. പക്ഷേ ഇത് നന്നാക്കാൻ കോർപ്പറേഷൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്താ കാണുന്നത്? സ്ഥിരം ഇതാണ്. സ്ഥിരം ഇവിടെ പൊട്ടി ഒഴുകുന്ന പോലെ സ്ഥിരം. നാട്ടുകാർക്കൊന്നും ഒരു പ്രതിഷേധിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ആരും കേൾക്കണ്ടേ? ആരും എതിർക്കാൻ പറ്റൂലല്ലോ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഈ ചെളിയിലും തീട്ടത്തിലും കിടന്ന് നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. സ്റ്റാൻഡ് വണ്ടി ഇടാൻ പറ്റൂല. വണ്ടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ തമ്പാൻ്റെ സിയും SI-മാരും വന്ന് നമുക്ക് പെറ്റിയടിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെളി ഒഴുകും. അതായത് കലോത്സവം നടക്കുന്നതിൻ്റെ അന്ന് മുതൽ ഈ സംഭവം നടക്കുകയാണ്. അന്ന് പല ആൾക്കാരുടെയും വിളിച്ചു പറഞ്ഞാൽ അവരാരും മൈൻഡില്ല. കലോത്സവത്തിൽ വന്ന പിള്ളേർ മൊത്തം ഈ ചെളിയിലും വെള്ളത്തിലും ചവിട്ടിയാണ് പോയത്. കോർപ്പറേഷൻ കൗൺസിലറുടെ കൗൺസിലറെ വിളിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫാണ്. അവർക്ക് പേടിയാണ്. വലിയ മോലാളിയല്ലേ, ചോളയിലെ മോലാളി, വലിയ മോലാളി. എല്ലാവർക്കും പേടി പറയാൻ. കോർപ്പറേഷൻ കൗൺസിലറുടെ പേരെന്താ? ഹരികുമാർ. നമ്മളും വിളിച്ചു നോക്കി അരുൺ. രാവിലെ തന്നെ സ്വിച്ച് ഓഫ് ആണ്, എടുക്കാൻ പറ്റുന്നില്ല. ഇത് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അരുൺ, ഏതാണ്ട് ഇതുവഴി ബസ് പോകുമ്പോൾ ഏതാണ്ട് ഇതുവരെ ഈ ബസ് ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായി ഈ അരികിലൂടെ പോകുന്നവരുടെ ദേഹത്തേക്കായിരിക്കും വെള്ളം തെറിക്കുക. നേരത്തെ രാവിലെ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ, അവരുടെ ദേഹത്തേക്കാണ് ഈ നാറ്റമുള്ള വെള്ളം വന്നത്. അവരിവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. എന്തോ പോകാൻ തിരക്കുള്ളത് കൊണ്ടാണ് അവർ പെട്ടെന്ന് പോയത്. വലിയ ബുദ്ധിമുട്ടാണ് ഇവർ അനുഭവിക്കുന്നത്. ഇതിൽ സ്ഥിരമായി പോകുന്ന ആളുകളുണ്ടല്ലോ, സ്ഥിരമായി പോകുന്ന ആളാണ്. ഇതെന്താ ഈ കാണുന്നത്? അത് അപ്പുറത്തുനിന്ന് വെള്ളമായിരിക്കും. അപ്പുറത്ത് ഓട വഴി വരുന്ന വെള്ളം. ഇതിലെ പെട്ടെന്ന് വാഹനം പോയി നിങ്ങളെ മേഴത്തേക്കല്ലേ? അതെ, ദേഹത്ത് തന്നെ തിരക്കുന്നത്. എന്താ ചെയ്യപ്പോ? അതതിൻ്റെ ഭാരവാഹികളെ കൊണ്ട് എന്തെങ്കിലും അത് ഒരു തീർപ്പാക്കണം. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. വലിയ ബുദ്ധിമുട്ട് തന്നെ. പോകുമ്പോൾ വെള്ളമൊക്കെ തെറിക്കും പുറത്ത്. വലിയ സങ്കടമാണ് കാര്യം. അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു ഓട്ടോറിക്ഷ പോകുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം തരുന്നത്. ഇത്ര വീതി, ഇതിൻ്റെ ഇപ്പുറം വെള്ളമാണ് അരുൺ. ഇതിൻ്റെ ഇപ്പുറം വെള്ളമാണ്.
വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്. ചേട്ടാ ഇത് എത്ര ദിവസമായി ഇപ്പോൾ? രണ്ടാഴ്ച 3 ദിവസമായിട്ട് തുടർച്ചയായിട്ടുള്ളൂ. തുടർച്ചയായിട്ട് 4 ദിവസം 4 ദിവസം കൊണ്ട് തുടർച്ചയായിട്ടുണ്ട്. എന്താ ചെയ്യുക ഇതിപ്പോൾ? ഇതിപ്പോ നടക്കാൻ പോലും വഴിയില്ല, നടക്കാനും പറ്റില്ല, പാസ്സഞ്ചറെ കൊണ്ടുപോകില്ല, ഗസ്റ്റിന് പ്രസാദേ, നമ്മുടെ കൗൺസിലർമാരൊക്കെ നിരന്തരം പോകുന്ന വഴിയല്ലേ, സ്മെല്ല്. നമ്മുടെ മന്ത്രിമാർ പോകുന്ന വഴിയല്ലേ, ഉദ്യോഗസ്ഥന്മാർ പോകുന്ന വഴിയല്ലേ, അതെ, അരുൺ. അരിസ്റ്റോ ജംഗ്ഷൻ അല്ലേ, അവിടെ ഒരുപാട് വിദേശ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥികളൊക്കെ വന്ന് താമസിക്കുന്ന നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രേക്ഷകർക്കറിയാം, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിയാ. അവിടെ നഗരത്തിന്റെ മധ്യത്തിലുള്ള പൊതു റോഡിൽ ഇതേപോലെ ഓടയിൽ നിന്ന് മലിനജലം, അതായത് വിസർജ്യങ്ങളടങ്ങിയ മലിനജലം ഒഴുകാൻ തുടങ്ങിയിട്ട് 4 ദിവസമായി. കോർപ്പറേഷൻ ഇത് കണ്ടിട്ടേയില്ല. കോർപ്പറേഷൻ കൗൺസിലർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. നമ്മളടക്കം ഇപ്പോഴും മേയറെയും ഡെപ്യൂട്ടി മേയറെയും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്രതികരണവുമില്ല എന്നുള്ളതാണ്. ഇതാണ് ടി വി പ്രസാദ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ ഇങ്ങനെ പറയുന്നുണ്ട്, ആരും കേൾക്കാനല്ലേ? അത് തന്നെയാണ് അരുൺ, ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്ന സാധനമില്ല എന്നുള്ളത് തന്നെയാണ് അരുൺ. അങ്ങനെയെങ്കിൽ ഇതുണ്ടാവും. നോക്കൂ, ആ ഹോട്ടലിൽ നിന്ന് ഒഴുകിയതാണിതാ ഇവിടെ മുഴുവൻ വന്നു. ഈ റോഡിൻ്റെ തൊട്ടപ്പുറം അരുണ് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഹോട്ടലുകളും ഒക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതായത് ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ, 100 മീറ്റർ പോലുമില്ല. അതിൻ്റെ തൊട്ടിപ്പുറമാണ് ഇതാ ഈ വൃത്തികെട്ട വെള്ളം ഒഴുകി ഒഴുകി ഇങ്ങ് വന്ന് ഈ റോഡിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്തുകയാണ്. തീർന്നില്ല, അപ്പുറം ആ ആര്യ ഹോട്ടലിൻ്റെ ഭാഗത്തേക്കും അവിടേക്കും ഒഴുകിയെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 100 മീറ്ററിലധികം ദൂരം ഇപ്പോൾ തന്നെ ഇത് ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഇതിനേക്കാളും വലിയ ദുരിതം എന്ന് പറയുന്നത് വരുന്ന വാഹനങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല, അവർ അതേ സ്പീഡിൽ തന്നെ വരും. അരികിൽ നിൽക്കുന്നവരുടെ ദേഹത്തേക്കാണ് ഇത് പൂർണ്ണമായും അടിച്ചു കയറുന്നത്. വേണം. ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച തന്നെ വെള്ളം പോകുന്നുണ്ട്, എന്റെ മേലെ തെറിച്ചു എന്നുള്ളതാണ്. ആര് കാണാൻ, ആര് കേൾക്കാൻ?